ഹലോ ഗൈസ് ആൻഡ് കോമിക്കല്ല. സോ ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മാർക്കോ എന്ന മൂവിയുടെ റിവ്യൂ ആണ്. സോ മാർക്കോ എന്ന മൂവി, സത്യം പറഞ്ഞാൽ ഈ മൂവി എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് മിഖായിൽ എന്ന ആ മൂവി നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാൻ ആ മൂവി ഞാൻ കണ്ടിട്ടുണ്ടോ വെച്ചാൽ എനിക്ക് പേഴ്സണലി ആ മൂവി എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഉണ്ണിമൂന്ന് എന്ന ക്യാരക്ടറിനെ ആദ്യം ഞാൻ ഈ പടത്തിൽ ഞാൻ കണ്ടത് മാർക്കോ, ആ ഒരു മിഖായിൽ വന്ന മാർക്കോ എന്ന ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് എന്ന് പറഞ്ഞ് അവന്മാർ മാർക്കറ്റ് ചെയ്തു. ആ മൂവി തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മിഖായിൽ ആരും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോയില്ല. അതായത് മിഖായിലുള്ള മാർക്കോ ഈ മൂവിയിലെ മാർക്കോ തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ട്. കാര്യം അത് വേറെ ഏതോ യൂണിവേഴ്സ് കഥയാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് രണ്ടും ബന്ധമുള്ള ആണെന്ന്. കാര്യം ഇത് വേറൊരു മാർക്കോ, അതായത് ഇത് വേറൊരു സ്റ്റാൻഡ് ലോൺ ഫേസ് ആയിട്ടാണ്, വേറൊരു യൂണിവേഴ്സ് നടക്കുന്ന കഥയാണ്. അതുപോലെ ആയിരിക്കും തോന്നുന്നത്. കാര്യം ഈ മൂവി അവരെന്താണോ പറഞ്ഞിട്ടുള്ളത്, വയലൻസ്, ഇതാണ് വയലൻസ്. എൻ്റെ പൊന്നേ, രക്തക്കള ചോരപ്പുഴ. അതായത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ടീസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് പോയി, സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ ഫുൾ രക്തം, എവിടെ കണ്ടാലും രക്തം തെറിക്കണ പടം. ഇമാതിരി, അതായത് ഇനിയിപ്പോൾ എന്തായാലും മാർവൽ നെമ്പോട്ട് ഇനിയിപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഇനിയിപ്പോൾ അടുത്തൊരു വയലൻ്റ് മൂവി വരുമ്പോൾ നമ്മളെല്ലാവരും മാർക്കുമായിട്ട് കമ്പയർ ചെയ്യും. കാരണം അമ്മാതിരി ബെഞ്ച് മാർക്ക്, മലയാള സിനിമയിലെ ബെഞ്ച് മാർക്കാണ്. ഇങ്ങനത്തെ പടങ്ങൾ വളരെ റെയറാണ്, പ്രത്യേകിച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. പിന്നെ ഇതിലൊരു ഫൈറ്റ് സീനുണ്ട്, അതായത് ഈ സ്റ്റേക്കേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് സീനുണ്ട്. ഞാൻ സ്പോയിലർ ചെയ്യുന്നില്ല. അത് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കൊറിയോഗ്രാഫിക്ക് നമ്മൾ മലയാള സിനിമയിൽ കാണുന്നത് തന്നെ വളരെ കുറവാണ്. അത് ഹാൻഡ്സ് ഓഫ് ടു ഉണ്ണി മുകുന്ദൻ, ആ ഒരു ടീം. പുള്ളി എടുത്ത എഫർട്ട് ചില്ലറ കണക്കൊന്നുമില്ല, കൈയും കണക്കുമില്ല. കാരണം പുള്ളി ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ് ഇതിൽ പ്രൊഡ്യൂസറിനെ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം ഇത്രയും വയലൻ്റുള്ള പടങ്ങൾ ഇറക്കപ്പം അതിനെ കാണിച്ച ചങ്കൂറ്റത്തിന് നമ്മൾ എന്തായാലും നമിച്ചേ പറ്റൂ. കാരണം ഇത് ചില്ലറ കാര്യമല്ല. നമ്മുടെ സെൻസർ ബോർഡിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഇതാണ് വയലൻ്റ് പടം, ഇന്ത്യയിലേക്ക് വെച്ചുള്ള വയലൻ്റ് പടം. ഇത് പിന്നെ ഒരു കാര്യം, ഈ ഇടയ്ക്കൊരു 1500 കോടി അടിച്ചൊരു പടമുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് ആ പടം കണ്ടിട്ട് പേഴ്സണലി ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് അത്രയും ബോക്സ് ഓഫീസ് റെക്കോർഡ് അർഹതയുള്ളത്. ഇതെന്തായാലും എനിക്ക് പടം 100 കോടി അടിക്കും ഉറപ്പാണ്. എനിക്കങ്ങനെ തോന്നുന്നത്. കാരണം ഈ മൂവി കിട്ടില്ലാണ്. ഞാൻ തന്നെ ഇത് ഇന്നലെ ഫസ്റ്റ് ഷോ പോയി കണ്ടു. പക്ഷേ എൻ്റെ കുറേ തിരക്കുകൾ ഇറങ്ങി കാണാൻ പറ്റില്ല. ഇന്ന് ഞാൻ എന്തായാലും വൈകുന്നേരം അടുത്ത സെക്കൻഡ് ഷോയ്ക്ക് പോയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ കാണാൻ പോകുന്നത്. എനിക്ക് അത്രത്തോളം എനിക്ക് പിടിച്ചു. കാര്യം ഈ മൂവി കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല എക്സ്പീരിയൻസാണ്, മസ്റ്റ് വാച്ച്. പിന്നെ ഒരു കാര്യം കൂടെ, ഫാമിലി ആയിട്ട് പോകാൻ കാണാൻ പറ്റാത്ത പടമാണ്. കാര്യം ഇത് കൊച്ചു കുട്ടികൾ കാണാൻ പറ്റത്തില്ല. കാരണം ഇതെന്തായാലും എനിക്ക് തോന്നുന്നു ആധാർ കാർഡ് കാണിക്കാതെ കേട്ടത്തില്ല, അങ്ങനെ എന്തോ ആണ്. കാരണം 18 വയസ്സ്, അതായത് R-റേറ്റഡാണ്, പക്ക R-റേറ്റഡ്. അതായത് ഇന്ത്യയിൽ A സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. അതിനുവേണ്ടി മാത്രം ഇറക്കിയ പടമാണ്. കിട്ടില്ല പടം. നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണുന്ന പടമല്ല. ഫാമിലി ആയിട്ട് കാണുകയാണെങ്കിൽ ഈ ബാറോസ് പോയി കാണുന്നതാണ് നല്ലത്. ഈ പടം എന്തായാലും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും വയലൻസ് പടം ഇനിയും മലയാള സിനിമയിൽ ഇനിയും വരും, അത് ഉറപ്പ് തന്നെയാണ്. ഈ പടം അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണ്. എനിക്ക് അതേപോലെ പറയാം. എനിക്ക് ഈ മൂവി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളവർ ഈ പടം കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യമില്ല, ആർക്കും പിടിക്കത്തില്ല. പക്ഷേ ഈ പടം എന്തായാലും നിങ്ങൾക്ക് ജോൺ വിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോൺ വിക്കിനെ കാട്ടി ഒരു തട്ട് മേളയിക്കും ഈ പടം. ഉണ്ണി മുകുന്ദൻ അയാൾ ഒരു മനുഷ്യൻ ഇട്ട എഫേർട്ട് ഈ പടത്തിൽ എന്തായാലും കാണുന്നുണ്ട്. എന്തായാലും ഇനി ഉണ്ണി മുകുന്ദൻ്റെ അടിച്ച് ബട്ടർഫ്ലൈ എഫക്റ്റ് കിട്ടിയ പടമാണ് ഈ പടം. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, താഴെ കമൻറ്റ് ചെയ്യുക.